നോക്കിയാൽ എന്തോ ഒരു ജീവി അതിൻ്റെ മണ്ട കയറിയിരിക്കുന്നു. സന്തോഷമായോ? സന്തോഷമായോ? ചാട് ചാട് ചാട്. മാറ. കൊലയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല, വെട്ടിക്കളഞ്ഞെടുക്കേ. എക്സ്ക്യൂസ് മീ സാർ, മാറാ നിൽക്കില്ല. അവൻ നമ്മളോട് പറയുക ഈ വണ്ടിയൊന്നും ഇല്ലേ വരത്തില്ലെന്നാ. അത് നമ്മളോട്. ഓ മൈ ഗോഡ്, വരാം. വന്നു. ഓ മൈ ഗോഡ്. ആ എടാ കോഴി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവന്റെ ഒറിജിനൽ സ്വഭാവം ഇതാ ഞാൻ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എന്താടാ ഒരു ഉത്തരവാദിത്തം ഉണ്ടാടാ പട്ടി എനിക്ക്. വലിയതായിട്ട് കാണാൻ പറ്റുമോ? ഇതിൻ്റെ അകത്ത് വലിയതായിട്ട് കാണാൻ പറ്റുമോയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നോക്കിയാൽ 2 പരുന്തുകൾ പോകുന്നത് ഇവിടെ ഉണ്ട് കേട്ടോ. ആ അതേട്ടെ. അപ്പം അങ്ങോട്ട് പോട്ടെ. അവിടെ കുറേ എണ്ണം ഉണ്ട്. ചെറുത് അത്. അപ്പം നമ്മളിതേ ടോപ്പിലെത്തി. ഇതാട്ടോ ഇവിടുത്തെ ഒരു വ്യൂ. നോക്കിയേ കണ്ട. അവൻ്റെ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, കാണാൻ പറ്റുമോ? അവരവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇത് നോക്കി, ഈ ഒരു വ്യൂ നോക്കിയേ. ഇതുണ്ടോ? അടിപൊളിയാട്ടോ, അടിപൊളി. നല്ല രസമുണ്ട്. ഇങ്ങനെ കാറ്റടിച്ച് ആ പുല്ലെല്ലാം കൂടെ ഇങ്ങനെ പോകുന്നതാണ്. നമ്മൾ അവിടെ നിന്നാട്ടോ വന്ന് ഇങ്ങനെ കയറി. ഹൊറിബിൾ. നോക്കിയേ അവിടെ ഒരു എന്താണെന്ന് അറിയാൻ പാടില്ല. അവിടെ ഒരു വീടെന്തോ പോലെ ഉണ്ട്. എന്നാണെന്നറിയാൻ പാടില്ല. കുറച്ച് സെറ്റപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൽ അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ അറിയാം. നടക്കാൻ വയ്യ. ഇത്രയും തന്നെ നടന്നപ്പോൾ മനുഷ്യൻ്റെ പണി തീർന്നു. അയ്യോ നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട്. നമ്മുടെ കുരിശ് നോക്കിയേ. നമ്മൾ ആ ഒരു സ്ഥലം പോയിട്ടുണ്ട്. അത് നമ്മുടെ കുരുക്കാൻ നമ്മൾ പോയത്. അങ്ങ് ആ കാണുന്നത് നമ്മുടെ അൺഎക്സ്പ്ലോർഡ് ഇടുക്കി. ഇത്രയും ഭാഗം 4 മല. ഇവിടെ നമുക്ക് ചതുരംഗപ്പാറ കാണാം കേട്ടോ. അത് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഒങ്ങായിട്ട് കാണാൻ പറ്റും. പിന്നെ ആ ഒരു ഭാഗമാണ് നമ്മുടെ നെടുങ്കണ്ട ആ ഒരു ഭാഗം. പിന്നെ ഇതെല്ലാം ഏതൊക്കെയോ ഭാഗങ്ങളാണ്, എവിടെയാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷെ അടിപൊളിയാട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല കാറ്റുണ്ട്, നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. വലിയ വെയിലൊന്നുമില്ല, തണുപ്പ്. ഒരു എന്താ പറയുന്നത്, ഒരു സെറ്റപ്പ് എഫക്റ്റാട്ടോ. നോക്കിയാൽ മേഘം ഇങ്ങനെ ആ വെയിലിനെ മറച്ചുകൊണ്ട് പോകുന്നേ അറിയാൻ പറ്റുമോ ഇതിൻ്റെ അകത്ത്? ആ ദൈവം തമ്പുരാനറിയാം. അപ്പം പാവം റെസ്റ്റ്. എൻ്റെ മോനെ അയ്യോ നടന്ന് മടുത്ത് കേട്ടോ. അയ്യേ ഫുള്ള് വൈബാണ്. ആഹാ. അപ്പോൾ ഇനിയിപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിനി തിരിച്ചിറങ്ങണം. കാരണം ഒത്തിരി നേരം ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. എപ്പം വേണേലും ആൾക്കാർ പോലീസിനെ വിളിച്ച് പറയാൻ ചാൻസ് ഉണ്ട്. അല്ലേടാ? തീർച്ചയായിട്ടും. അതെ, 6 വാഴത്തോട്ടത്തിലാട്ടോ വണ്ടി കൊണ്ട് വെച്ചേക്കുന്നത്. എന്ത് ഇതോ? ആ ഇവന് ജീപ്പ് പോകുന്ന വഴിയാന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ വന്ന വഴി കൂടെ ജീപ്പ് പോയിട്ട് മനുഷ്യൻ പോലും പോകാറില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിലൊരു വഴിയൊക്കെ ഉണ്ട്. നീ എത്ര വർഷം മുമ്പാടാ വന്നേ? ആ അത് മികച്ച ഒരു ഇതാണ്. ആരോടും പറയണ്ട കേട്ടോ. ഓക്കെ 10 വർഷം മുമ്പ് വന്ന കാര്യമാണ് ഇപ്പം പറയുന്നത്. ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ആ അപ്പോൾ ഇനിയിപ്പം നമ്മൾ നേരെ തിരിച്ചിറങ്ങുക. നല്ല മികച്ച ഐഡിയ ആണ്. ഇപ്പം പറയണ കേട്ടോ. നമുക്ക് വണ്ടി ഇനി അവിടുന്ന് തള്ളിക്കയറ്റി ഇപ്പോൾ ഒരു പടവൻ കാണാം. വണ്ടി ഇല്ലെങ്കിലും അല്ലാത്ത പടവനാണേലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എടാ ഓടിയൊക്കെ പോകുന്നുള്ള തിരിച്ച് എന്നെ കൊണ്ട് വഴി എടുത്തുകൊണ്ട് പോവാൻ. അപ്പോൾ അവൻ്റെ അങ്ങോട്ട് ഓടി പോകുന്നുണ്ട്. ഇന്ന് എന്തേലുമൊക്കെ നടക്കും. ഏതാണ്ട് ഹിമാലയം കീഴടക്കാൻ പോകുന്ന പോലെ അവൻ പോകുന്നത്. എടാ പോടാ, നിർത്തിപ്പോ നീ. നോക്കിയാൽ എന്തോ ഒരു ജീവി അതിൻ്റെ മണ്ട കയറിയിരിക്കുന്നു. സന്തോഷമായോ? ചാട് ചാട് ചാട്.
കമോൺ. ഓക്കെ, അപ്പം അവന് ചെറിയ സന്തോഷമായി. ഞാനും വരട്ടേടാ, ഞാനും വരട്ടെ. അപ്പം ഞാനും ഒന്ന് ജസ്റ്റ് ഒന്ന് കയറാം. നീ എടുക്കണ്ട. പിന്നാളെ പാറയൊക്കെ നനഞ്ഞിരിക്കുന്നേ. എടോ കേറിപ്പോ. എന്തോ പൊന്നെ, ഈ പാറ ഒരുമാതിരി ഐസേ നിൽക്കുന്ന ഫീലാട്ടോ. ഐസേ നിന്നിട്ടില്ല, അത് വേറെ കാര്യം. നോക്കിയേ രാമോനെ, അടിപൊളിയാട്ടോ. അമ്മച്ചിയെ വിഷയമാണ് ഇവിടെ നിൽക്കുന്നത്. ഭയങ്കര കാറ്റുണ്ട്, നിൽക്കാനൊന്നും വയ്യ. ഇനിയിപ്പോൾ തിരിച്ചിറങ്ങണം. കണ്ട് നിങ്ങളും കണ്ടല്ലേ, ഒന്നുകൂടെ കണ്ടോളൂ അല്ലേ, ഒന്നുകൂടെ കണ്ടോളാൻ. വാം, നമ്മൾ മണ്ടേന്നൊക്കെ തിരിച്ചിറങ്ങി കേട്ടോ. ഇറങ്ങിയതേ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ മടുത്തു. ദാഹമൊന്നുമില്ല, എന്നാലും മടുത്തു. കാരണം ഇത് നോക്കി നിരങ്ങി പോകുന്നത് വിഷയമാട്ടോ. വണ്ടി ഉണ്ടോടാ അവിടെ? നീയൊക്കെ എന്നെ കൊണ്ടുപോകാൻ ഒറ്റയ്ക്ക് കയറിപ്പോയെന്ന് ആയിക്കോട്ടറാന്ന്. എങ്ങനെയും തിരിച്ചോണ്ട് വരാനോ? എടാ പോടാ. ഇനിയിപ്പോൾ ഒരു കടമ്പ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരി കേട്ടോ, 5-6 കൊലയുണ്ട്, എല്ലാം കൂടെ വെട്ടിക്കൊണ്ട് പോയി. നിന്നെ നമ്മളാ കൊലക്കേസിനകത്ത് പോടാ. വിഷമായോടാ? സങ്കടമായിപ്പോയി. എടാ പോവാതെടാ. എടാ ഇത് ഞാൻ എങ്ങനെ തിരിക്കാനാ ഇവിടെ ഇട്ട്? ആയിക്കോട്ടടാ. ഒന്നെങ്കിൽ ഞാൻ താഴെ പറമ്പിൽ, ഇല്ലേ വാഴത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക്. മാറാ, കൊലയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല, വെട്ടിക്കളഞ്ഞിടുകയെ. പെട്ടു ജോസേ, പെട്ടു. ഓ മൈ ഗോഡ്, ഗിയറിലാണോ? ന്യൂട്രാക്കിയേക്കാം. അമ്മച്ചിയേ, എക്സ്ക്യൂസ് മീ സാർ, മാറാ, ഉപേക്ഷിച്ചടാ, നീ തന്നെ വന്നേരം, ഞാൻ പോവാ. വിഷമോ എനിക്ക്. ഇടോ ടയർ നിൽക്കുന്നേ ഇല്ല. ആഗ്രഹമുണ്ട്, ടയർ ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ. നിനക്കും വിഷമമായോ? സാരമില്ല, കയറി പോകാൻ വയ്യാത്തതുകൊണ്ടാ. ഞങ്ങളും മടുത്തടാ, സത്യമായിട്ടും അതെ അല്ലേടാ, നമ്മളും മടുത്തില്ലേ? ആ ഒരു ഫോട്ടോ എടുത്തൊരു ഫോട്ടോ, കുട്ടൻ ചേട്ടൻ്റെ ഒരു ഫോട്ടോ എടുത്ത് തരുമോ? അപ്പോൾ എന്താ, അവനും ഇറങ്ങി വന്നിട്ടുണ്ട്. വണ്ടി പതുക്കെ തിരിച്ചുകൊണ്ടിരിക്കുക. കണോ നിരങ്ങിയോട്ടോ പോന്നേ. പോയടാ വേലി പോക്കെ, വേലിക്കകത്ത് പോയടാ. വിഷയമാട്ടോ, വണ്ടി ഒട്ടും നിൽക്കുന്നില്ല. അമ്മാതിരി സീന. അയ്യോ, ഞാൻ ന്യൂട്രലാ പോകുന്നത്, അവൻ വണ്ടി സ്റ്റാർട്ടൊക്കെ ആക്കി പോകുന്നുണ്ട്. എന്താണെന്നറിയില്ല, എനിക്ക് ന്യൂട്രൽ പോയാലേ ഒരു ഇത് കിട്ടത്തുള്ളൂ കേട്ടോ. സത്യമായിട്ടും അതെ, ഗിയറിലിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഫീല് കിട്ടത്തില്ല. എന്നുവെച്ചാൽ എന്താ പറയുന്നത്, വണ്ടി ഒരു കൺട്രോൾ ആകത്തില്ല. അമ്മച്ചേ, ഓസെ തലയടിച്ച് മരിച്ചു നീ. ഇത് നോക്കി, മൊത്തം പായലാട്ടോ ഇവിടെ. പായലെന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ. അവൻ പോട്ടെ, ഇല്ലേ ചെന്ന് അവനെട്ടെങ്ങാനും ഇടിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും താഴെ കിടക്കും. ദേ പോന്നു.
നല്ല ഇറക്കമാണ് കേട്ടോ, ക്യാമറ കാണുന്ന പോലല്ല, നല്ല രീതിക്ക് സീനാണ്. ഹലോ, ആ കൊച്ചവിടെ നോക്കി നിൽക്കുവാടാ. ഞാനൊരു ഹലോ പറഞ്ഞിട്ടുണ്ട്, അതിന് സന്തോഷമായി, ഒരു ചിരിയൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. എന്താ ചെയ്യാനാ, എന്തോ പിള്ളേർക്ക് ഇനി ഇഷ്ടമാണ്. യാറിന്ത മുയൽക്കുട്ടി. നമ്മൾ ഇറങ്ങി താഴെ വന്നു കേട്ടോ. അപ്പോൾ ഇവൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ട അവിടെ നിർത്തിയതാ. എന്താടേ, ഒരു മണിക്കൂറായല്ലോ കഥ പറയാൻ തുടങ്ങിയിട്ട്. അല്ല, അവൻ ആ പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഓക്കെ, അവൻ നമ്മളോട് പറയുക ഈ വണ്ടിയൊന്നും ഇല്ല വരത്തില്ലെന്ന്. അത് നമ്മളോട്. അയ്യോ, എന്തായാലും കോമഡിയൊക്കെ കേട്ടോ. പക്ഷെ നമ്മൾ പോയിട്ട് വന്നു, വേറെ കാര്യം. അപ്പുറത്തൂടെ വേറെ ഏതോ ഒരു വഴിയുണ്ട് കേട്ടോ, പക്ഷെ അത് നമുക്കറിയാൻ പാടില്ല. ഇതിലെങ്ങാണ്ട് അപ്പുറം വരെ ഉണ്ടോ ഒരു സെറ്റപ്പ് സ്ഥലമാ ഇപ്പോഴോ? വാ ഗൈസ്, എന്തായാലും അപ്പുറം വരെ പോയിട്ടുണ്ട്, ഒരു പാറയുടെ അവിടെ ചെല്ലും. അപ്പം നമ്മളിത് ഒരു വഴിയും കൂടെ പോവാണ്. പണ്ട് പോയതാണ്, അറിയാൻ പാടില്ല ഇപ്പം എങ്ങനെ ഉണ്ടെന്ന്. വീലി ഓ മൈ ഗോഡ്, പൂച്ച പൂച്ച പൂച്ച. അത് പോത്തില്ല, അത് നേരെ കയറി പോത്തുള്ളെന്ന് തോന്നടാ. പൂച്ച വിഷയാട്ടോ. ചാടല്ലേ, അയ്യോ ബൗ ബൗ. എന്നെ കടിക്കാൻ പറഞ്ഞു വിടുന്നവനാട്ടോ ഇവൻ. അടിപൊളിയാണോ? അല്ലേ, അടിപൊളിയാണ്, നൈസാ, കൊള്ളാം. ഇതിലെ എങ്ങോട്ട് ഇറങ്ങിപ്പോവാൻ? അയ്യോ, വണ്ടിക്ക് 2 എക്സ്ട്രാ കാല് കൊടുക്കണമെന്ന് തോന്നുന്നു. ഈ ഇത് നോക്കി, ഇവിടെയൊക്കെ ഫുൾ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്ത് എന്ത് എന്ത് ഇത് എന്ത് ഇത് മാവും തോട്ടമോ? എൻ്റെ ഞാൻ ഇവിടം വരെ വന്നിട്ടുള്ളടാ, ഇതിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. ആ വഴിയുണ്ടാ, പോട്ടറാ. അതെ, ആൾക്കാർ പുല്ലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ ചുമ്മാ ഒരു വീഡിയോ എടുക്കാൻ വന്ന, ഒരു വീഡിയോ. കുരിശുമല പോയി. ആണോ? നല്ല വഴിയാണോ? ആണോ? വഴി മോശാട്ടോ. നമ്മൾ മണ്ടേ എന്നപ്പം കണ്ടേ. നമുക്ക് കുറച്ച് കയറിയിട്ട് വരാം. വഴി മോശമാണെന്നല്ലേ പറഞ്ഞേ. ഓ മൈ ഗോഡ്, അയ്യോ. യാ മോനെ, വണ്ടിയുടെ ടയറൊന്നും പിടിക്കുന്നില്ല കേട്ടോ. വണ്ടി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. ഹൈ 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 ഹൈ, അടിപൊളിയാട്ടോ. വഴിയൊന്നും ഇല്ലെന്നാണ് നമ്മൾ 2 പേരോട് ചോദിച്ചു. ഇപ്പോൾ 2 ചേച്ചിമാരും ഒക്കെ വന്ന് ചോദിച്ചു അവരെവിടെ പോവാ, അതാ ഇതാന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. നമ്മളിവിടെ ഉള്ളവരാന്നൊന്നും പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. എന്ത് ചെയ്യാ? അയ്യോ, എൻ്റെ കണ്ണ് പോച്ചേ, കണ്ണ് പോച്ചേ. എൻ്റെ മോനെ, വഴിയുണ്ടോടാ അങ്ങോട്ട്?
കയറി പോവാന്നോ? എന്നാ ചെയ്യുന്നേ? എന്നാ വാ തിരിച്ചു പോവാം. അപ്പം ഗായ്സ് നമ്മൾ പോകുന്നില്ലെന്ന് വെച്ചു. വേറൊന്നും കൊണ്ടല്ല, അപ്പുറത്ത് ഒരു വഴിയുള്ളൂന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വെറുതെ റിസ്ക് എടുത്ത് കയറി പോകണ്ട. ഒന്നാമത്തെ കേസ് ടയർ മൊട്ടയല്ലേ, വെറുതെ എന്തിനാ. അപ്പോൾ തിരിച്ച് നമ്മൾ പോവാം. അതേ ഉള്ളൂ, വേറെ വഴി. കാരണം ആ വഴി ഇല്ലല്ലോ. അയ്യോ അയ്യോ. ഓ, ഇവിടുത്തെ വ്യൂ കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്. നോക്കിയേ, ഫുള്ള് സെറ്റപ്പാ. ഇനിയിപ്പോൾ നേരെ ഈ ഒരു വഴി അങ്ങോട്ട് ഇറങ്ങുന്നു, ഇത്രയേ ഉള്ളൂ. എൻ്റെ മോനെ പൊളിയാട്ടോ. ഓ അയ്യോ, ഇവിടെ ഒരു കുഴി നോക്കിയേ. എന്താടേ ടാസ്ക്? ഏല്ല, നീ പോട്ടെ, വീഴുന്ന കാണാനാ. എടാ പോലെ വരണോ? വരാം. വന്നു. പോട്ടെ, ബ്രേക്കാന്ന് പറ. അവൻ്റെ ഇറങ്ങിപ്പോയി. ഞാൻ കയറി വന്ന കേട്ടോ അത്. Oh my God! Oh my God! ആ എടാ കോഴി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവന്റെ ഒറിജിനൽ സ്വഭാവം ഇതാ ഞാൻ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നു. കോഴിടാ. വേണ്ട വാ പോവാ. വേണ്ട വാ പോവാ. എന്താടാ നീ ചുമ്മാ നാടൻ കെടുത്തുവാണോ? നിക്ക വീഡിയോ എൻഡ് ചെയ്തിട്ട് പോടാ. അവൻ സമ്മതിക്കത്തില്ല ഗൈസ്. Oh my God. ഇവിടെ കണ്ട് 2 ബമ്പൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, ഒന്നേ ഒരെണ്ണം കൂടെ കാണണമല്ലോ. ഇവിടെയോ ഉണ്ട്. വീലി 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 വീലി. കിളികളെ നീ ഫ്രൈ ചെയ്യായിരുന്നു വൈകിട്ട്. ഫ്രൈ ചെയ്യായിരുന്നു, ഇച്ചിരി കൂടെ സ്പീഡിൽ പോകായിരുന്നെങ്കിൽ. കിളികളെ 2 ഫ്രൈ ചെയ്യായിരുന്നു, ഇച്ചിരി കൂടെ സ്പീഡിൽ പോകണ്ടായിരുന്നു. അപ്പം ഗായ്സ് ഇത്രയൊക്കെയുള്ള ഈ വീഡിയോ നമ്മൾ ഇറങ്ങി തിരിച്ചു വന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എന്താടാ ഒരു ഉത്തരവാദിത്തം ഉണ്ടാടാ പട്ടി നിനക്ക്. ഞാനിവിടെ വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ ഒന്ന് കൂടെ പിടിക്കണ്ടേ? ആ ചവിട്ടി ഞാൻ താഴെ ഇടും കേട്ടോ. അപ്പം ഗായ്സ് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ നീ ചുമ്മാ തെറ്റിക്കാതെ കാണുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ ഓക്കെ ഗൈസ് ബൈ.